ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഹായ്. ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ്? obtain the solutions graphically. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, 2x പ്ലസ് 2y is equal to 10. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് മൈനസ് വൈ is equal to 8, 3x മൈനസ് 3y is equal to 16. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഇവിടെ ചെയ്തതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യുന്നു. തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ 2x പ്ലസ് വൈ മൈനസ് 6 ഈക്വൽ ടു 0, 4x മൈനസ് 2y മൈനസ് 4 ഈക്വൽ ടു 0. നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 2x പ്ലസ് വൈ മൈനസ് 6 ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ 4x മൈനസ് 2y മൈനസ് 2y മൈനസ് 4 ഈക്വൽ ടു 0. ഇവിടെ സാധാരണ പോലെ നമുക്ക് a1/a2 ചെയ്ത് നോക്കാം. ഇവിടെ a1/a2 ഈക്വൽ ടു ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. 2/4 ഈക്വൽ ടു 1/2. ഇനി b1/b2 ഈക്വൽ അവിടെ b വൈയുടെ വാല്യൂ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ -2 ഈക്വൽ ടു -1/2. ഇനി നമുക്ക് c1/c2 is equal to -6 divided by -4 ആണ്, ഈക്വൽ ടു 3/2. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 എന്ന് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ c1/c2 നോക്കേണ്ട കാര്യമില്ല. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ ഇവിടെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ദീസ് ലീനിയർ ഇക്വേഷൻസ് ആർ intersecting each other at one point. Thus have only one possible solution. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആണ് ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻസും കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ഗ്രാഫ് വരച്ച് നോക്കിയാൽ 2 സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇവിടുത്തെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. 2x പ്ലസ് വൈ മൈനസ് 6 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. എന്നിട്ട് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, എക്സിന് വാല്യൂ കൊടുത്തിട്ട് വൈക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു നിർത്താൻ 6 അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ 6 പോസിറ്റീവായി. ഇനി -2x, y ഈക്വൽ ടു 6 മൈനസ് 2x എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ വാല്യൂ കൊടുക്കാം. വെൻ x ഈസ് ഈക്വൽ ടു എക്സിന് 0 എന്നൊരു വാല്യൂ കൊടുത്ത് നോക്കാം. 0. y ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 ഇൻറ്റു 0 ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സിന് 0, വൈക്ക് 6 ആണ്. നെക്സ്റ്റ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എക്സിന് 1 എന്നൊരു വാല്യൂ കൊടുക്കുന്നു. 1, y ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 ഇൻറ്റു 1, 6 മൈനസ് 2 ഈക്വൽ ടു 4 എന്നൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് 1, 4 എന്നൊരു വാല്യൂ. 1, വൈക്ക് 4. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2 കൊടുത്താൽ y ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 ഇൻറ്റു 2, ദാറ്റ്സ് ഈക്വൽ ടു 6 മൈനസ് 4 ഈക്വൽ ടു 2. എക്സിന് 2, വൈക്കും 2 എന്നുള്ള പോയിന്റ് കിട്ടും. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. 4x മൈനസ് 2y മൈനസ് 4 ഈക്വൽ ടു 0. മൈനസ് 2y ഈക്വൽ ടു 4 അപ്പുറത്ത് കൊണ്ടുപോയി 4 മൈനസ് 4x. അപ്പോൾ y ഈക്വൽ ടു അവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത് 2ൻ്റെ സൈൻ മൈനസ് ആണ്. അതുകൊണ്ട് ആ മൈനസിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഇക്വേഷനെ മൈനസ് കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കൊടുത്തു. അപ്പം 4 മൈനസ് 4x ഡിവൈഡ് ബൈ -2 എന്നുള്ളതിനെ ചെയ്യാൻ എളുപ്പത്തിന് 4x - 4 / 2 എന്ന ഫോമിലേക്ക് മാറ്റി.
ഇനി നമുക്ക് എക്സിന് ഓരോ വാല്യൂ കൊടുത്ത് നോക്കാം. ആദ്യം എക്സ് ഈക്വൽ ടു 1 കൊടുത്ത് നോക്കാം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1, അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 4 into 1 minus 4 divided by 2 equal to 4 minus 4 divided by 2 equal to 0 by 2 equal to 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 0. ഇനി നമുക്ക് എക്സിന് 2 കൊടുത്ത് നോക്കാം. അപ്പോൾ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2, അവിടെ y is equal to 4 into 2 minus 4 divided by 2. That's equal to 4 into 2, 8 minus 4 divided by 2 equal to 8 minus 4, 4 divided by 2 equal to 2. അപ്പോൾ നമുക്ക് എക്സിൽ 2, വൈക്കും 2. ഇനി നമുക്ക് എക്സിന് 3 കൊടുത്ത് നോക്കാം. വെൻ എക്സ് ഈക്വൽ ടു 3, വൈ ഈസ് ഈക്വൽ ടു 4 into 3 minus 4 divided by 2. That's equal to 4 into 3, 12. 12 minus 4 divided by 2 equal to 8 divided by 2 equal to 4. അപ്പോൾ നമ്മുടെ വാല്യൂസ് എക്സിൻ്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 4. അപ്പോൾ നമുക്ക് ടേബിൾ കിട്ടി. ഇനി ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇനി ഗ്രാഫിൽ നമുക്ക് പോയിന്റുകൾ അളപ്പെടുത്തി നോക്കാം. ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് 0, വൈ 6, 0, 6 എന്നുള്ള പോയിന്റ്, 0, 6 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്തത് 1, 4 എന്ന പോയിന്റ്, എക്സ് ആക്സിൽ 1, വൈ ആക്സിൽ 4, 1, 4 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി 2, 2, എക്സ് ആക്സിൽ 2, വൈ ആക്സിൽ 2, 2, 2 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അവിടെ 1, 0, എക്സ് ആക്സിൽ 1, വൈ ആക്സിൽ 0, 1, 0 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി 2, 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ എക്സ് ആക്സിൽ 3, വൈ ആക്സിൽ 4, 3, 4 എന്നുള്ളത്, അതും 3 പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അതിനെ ചേർത്ത് ലൈൻ വരയ്ക്കാം. രണ്ട് ഗ്രാഫിൻ്റെ സ്ട്രേറ്റ് ലൈൻസ് നമുക്ക് കിട്ടി, ഗ്രാഫ് കിട്ടി. ഇനി ഗ്രാഫിലെ അവിടെ കിട്ടുന്ന രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിൻ്റെ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കിവിടെ പോയിന്റ്സ് കിട്ടി. കോമൺ ആയിട്ടുള്ള പോയിന്റ്, രണ്ട് ഇക്വേഷനിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ 2ലാണ്, 2ൽ നിന്നും ഇതാ വരച്ചു. എക്സ് ആക്സിൽ നമുക്ക് 2 ആണ് കിട്ടുന്നത്, വൈ ആക്സിലും ഇത് 2 തന്നെയാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷനും രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 2, 2 എന്നുള്ള പോയിന്റാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും 2, 2 എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ, അപ്പോൾ നമുക്ക് ഗ്രാഫിൽ കിട്ടുന്ന സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 2, അതുപോലെ y ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി. 2, 2 എന്നുള്ള പോയിന്റിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നത്. ദീസ് ലൈൻസ് ആർ ഇന്റർസെക്ടിങ് ഈച്ച് അതർ അറ്റ് ഓൺലി പോയിന്റ് ദാറ്റ് ഈസ് 2, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ഇക്വേഷൻ 2x മൈനസ് 2y മൈനസ് 2 ഈക്വൽ ടു 0. അതുപോലെ 4x മൈനസ് 4y മൈനസ് 5 ഈക്വൽ ടു 0. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ 2x minus 2y minus 2 equal to 0. Second equation 4x minus 4y minus 5. 4x minus 4y minus 5 equal to 0. ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ a1 by a2 equal to 2 by 4 ആണ്. That's equal to 1 by 2. അതുപോലെ b1 by b2 ഈക്വൽ ടു
-2 ഡിവൈഡ് ബൈ -4 ആണ്, ഈക്വൽ ടു അതും 1/2. ഇനി C1/C2 ഈക്വൽ ടു -2 ഡിവൈഡ് ബൈ -5 ആണ്, ഈക്വൽ ടു 2/5. അപ്പോൾ ഇവിടെ നമുക്ക് A1/A2 B1/B2 ഈക്വൽ ആണ്, പക്ഷേ C1/C2 അതിന് ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. അതായത് A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1 നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലായിരിക്കും, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പാരലാകുന്ന ലൈനാകുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഒരു കോമൺ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സിനും വൈക്കും കോമൺ ആയിട്ട് പോയിന്റ് ഇല്ല, അതായത് സൊല്യൂഷൻ ഇല്ല. ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്.